ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച. ഇന്ന് അർദ്ധരാത്രി വരെ പോർസ്യംകുള ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. ഇന്നലെ പറഞ്ഞല്ലോ, പോർസ്യംകുള ദണ്ഡവിമോചനം ഇന്നലെ മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയുണ്ട്. നിങ്ങൾക്ക് പോകാൻ പറ്റിയോ? അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ച് പേർക്ക് പിന്നെയും കുറേ സംശയങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ പോർസ്യംകുള ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ 2-ാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പോർസ്യംകുളയിലെ മാതാവിൻ്റെ ആ ദേവാലയം പുതുക്കിപ്പണിതിന് വേണ്ടി അവിടെ താമസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി ചോദിച്ചു വാങ്ങിയതാണ്, ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ദണ്ഡവിമോചനം കൊടുക്കണം എന്ന് പറഞ്ഞ് സ്വർഗം അത് അംഗീകരിച്ച് അത് അനുവദിച്ചു കൊടുക്കുന്നു. അത് മാർപ്പാപ്പയോട് പറഞ്ഞ് ചെന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പയും അതിനെ അംഗീകരിച്ച് അത് സഭയുടെ ഔദ്യോഗികമായൊരു അറിയിപ്പായി അത് സ്വീകരിച്ച് അങ്ങനെ എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുകയും എല്ലാവർക്കും ഇത് കിട്ടാൻ, അപ്പോൾ പോർസ്യംകുളയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് മാർപ്പാപ്പമാർ പിന്നീട് അത് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടവക പള്ളിയിൽ പോയിട്ട് പിന്നെ ഫ്രാൻസിസ്കൻ ഓർഡറിൽ പോയി കയറി ഇറങ്ങി പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഈ ദണ്ഡവിമോചനം നമുക്ക് നേടിയെടുക്കാം. അങ്ങനെയും ഉണ്ട്. രോഗികൾക്ക് ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ തന്നെ അങ്ങനെയും ആ ദണ്ഡവിമോചനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി, അതാണ് ഏറ്റവും ആവശ്യം. കാരണം ഒരു പരിപൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ലഘുപാപം പോലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല. അവിടെയാണ് ഇതിൻ്റെ അടിത്തറ കിടക്കുന്നത്. ഒരു ലഘുപാപം പോലും ഉണ്ടാകാതെ നമ്മൾ ജീവിച്ചാൽ പിന്നെ നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗ്ഗത്തിൽ പോവാം. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ദണ്ഡവിമോചനങ്ങളൊക്കെ പറയുമ്പോൾ മാക്സിമം നമ്മുടെ ഹൃദയം ശരിയാക്കി കുമ്പസാരിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് തക്ക ദണ്ഡവിമോചനങ്ങൾ കിട്ടും. അപ്പോൾ ഒരു കുർബാന നമ്മൾ ദേവാലയത്തിൽ പോയി കാണുക, എന്നിട്ട് ഈ ഫ്രാൻസിസ്കൻ ഓർഡറിലെ ചാപ്പലുകളോ FCC കോൺവെൻറ്റുകളിലോ പോയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനം കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചാലും കിട്ടും. അങ്ങനെ അത് വ്യാപിപ്പിച്ചിട്ടുണ്ട് വയ്യാത്തവർക്കും സൗകര്യങ്ങളില്ലാത്തവർക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാപിച്ചെടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം അതിനൊക്കെ വേണ്ടി. ഇന്ന് പറയാൻ പോകുന്ന വേറൊരു കാര്യം, ഫ്രാൻസിസ്കൻ കലണ്ടർ പ്രകാരം ഇന്ന് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളാണ്. മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാൾ. അടുത്തത് ഇന്നാണ് മദർ എവിജിനിയ അമ്മയോട് പിതാവായ ദൈവം സന്ദേശം കൊടുത്ത് സ്വർഗപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെങ്കിൽ എനിക്കിഷ്ടം ഓഗസ്റ്റിലെ ആദ്യ ഞായറാണെന്ന്. അപ്പോൾ ഈ ഓഗസ്റ്റിലെ ആദ്യ ഞായറാണ് ഇന്ന്, നിങ്ങളത് മറക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് വേറെ ഒരു കാര്യങ്ങളൊന്നുമല്ല പിതാവ് ഉദ്ദേശിക്കുന്നത്. സ്വർഗപിതാവ് എന്ന നിലയിൽ ഒരു ദിവസം നമ്മൾ ധ്യാനിച്ച് ആഘോഷിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഈശോയെ വിളിക്കുകയൊക്കെ ഉണ്ടെങ്കിലും പിതാവ് എന്ന ആ ഒരു സ്ഥാനം, ആ നിലയിലുള്ള സ്വർഗപിതാവിനെ കണ്ട് ആരാധിക്കുക മനസ്സിൽ, അതാണിതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ആണ് പിതാവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു ആദ്യത്തെ ഞായർ ഓഗസ്റ്റ് മാസത്തെ. അപ്പോൾ ഇന്ന് സ്വർഗപിതാവിൻ്റെ തിരുനാളാണെന്ന് നമുക്ക് ഓർക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗപിതാവിന് നന്ദിയും സ്തുതിയും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആ പാട്ടുണ്ടല്ലോ, ദൈവ പിതാവേ അങ്ങയെ ഞാൻ, ആ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരുന്നാൽ നമുക്ക് പിതാവിനെ ഇങ്ങനെ മഹത്വപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ പിതാവിനോടനുബന്ധിച്ച വചനങ്ങൾ, യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാകുന്നു. അതുപോലെ യോഹന്നാൻ 1:2, യോഹന്നാൻ 1:14,
യോഹന്നാൻ 1:18 ഇതെല്ലാം പിതാവിൻ്റെ വചനങ്ങളാണ്. പിതാവിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ. അതുപോലെ കുറേ വചനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പിതാവിന് നന്ദിയും മഹത്വവും കൊടുത്ത് പരിശുദ്ധ കുർബാനയിൽ ഓർക്കാം. പിതാവായ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിനെയും കരുണയെയും കുറിച്ച് നമുക്ക് ഓർത്ത് നന്ദി പറയാം. അടുത്തത് നമ്മൾ സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന ഈ ദിവസങ്ങളെല്ലാം 15 നോമ്പിൽ ചെല്ലണം. അതുപോലെ ധാരാളം പ്രാർത്ഥിക്കണം, ഹൃദയം ശരിയാക്കണം. ആരോട് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കോപം, നീരസം, പക ഇത് വെച്ചിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പോറലുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ ഇതിനോട് ചേർന്ന് സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേനയും കൂടി ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് എടുത്ത് കേട്ട് അല്ലെങ്കിൽ അത് ഓൺ ചെയ്ത് വെച്ചാൽ സ്വർഗാരോപിത നൊവേന നമുക്ക് ധ്യാനിച്ചിരുന്നാൽ അത് മതിയാകും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്നും ഇടുന്നില്ല, അതിനുള്ള ആരോഗ്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനിത് മുൻപേ തന്നെ നൊവേന റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ നമുക്ക് മറക്കാതിരിക്കാം, പോർസിംഗുള്ള ദണ്ഡവിമോചനം നേടാം. അതുപോലെ മാലാഖമാരുടെ തിരുനാൾ നമ്മുടെ മനസ്സിൽ ആഘോഷിക്കാം. സ്വർഗപിതാവിൻ്റെ തിരുനാൾ ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുണയെ നമുക്ക് ഓർക്കാം. നമ്മളിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ കരുണയാലാണ്, നമ്മളിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ കരുണയിലാണ്. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രയധികം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അത്രമാത്രം സ്വന്തം പുത്രനെ പോലും വിട്ടുതരാം, അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു പിതാവ്. അപ്പോൾ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കൂട്ടുകാരെ, നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. ഈ ദണ്ഡവിമോചനത്തിൻ്റെയും ഈ തിരുനാൾ ആഘോഷങ്ങളുടെയും ഒക്കെ ലക്ഷ്യം നമ്മുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ മാനസാന്തരമാണ്. എല്ലാ ദണ്ഡവിമോചനങ്ങൾക്കും നമുക്ക് കുമ്പസാരമുണ്ട്. കുമ്പസാരം എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. നമ്മൾ ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ അനുതാപത്തിലേക്ക് വരിക. അതുതന്നെയാണ് സുവിശേഷം. അതാണ് ഈശോ ലോകത്തിനോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ക്ഷമിക്ക്, പൊറുക്ക്, പാപങ്ങൾക്ക് അനുതാപം ഉണ്ടാകട്ടെ, മാനസാന്തരപ്പെട്. ഇത് തന്നെയാണ് എല്ലായിടത്തും പരിശുദ്ധ അമ്മയും പറയുന്നത്. അപ്പോൾ ഒരു ദണ്ഡവിമോചനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ നിത്യതയിലെത്തുമ്പോൾ ദൈവപിതാവും ഒത്തൊരു വാസം, അതിന് നമ്മളെ ഒരുക്കുന്നതാണ് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ. എല്ലാ ദണ്ഡവിമോചനങ്ങളിലും ഓരോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനേക്കാൾ മുൻപ് ഒന്ന് ചിന്തിച്ചെടുക്കാം, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെയാണ് എൻ്റെ മനസ്സ്, എൻ്റെ മൈൻഡ്. പുറത്തൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ എങ്ങനെയാണ്? സ്വന്തം സഹോദരങ്ങൾ നന്നാവുന്നത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ടോ? അതുപോലെ ഓരോ കാര്യങ്ങളും ജീവിത പങ്കാളിയോട് നമ്മൾ ഇങ്ങനെ പെരുമാറിയാൽ മതിയോ? നമ്മുടെ മരുമകളോട്, മക്കളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതൊക്കെ നമുക്ക് പരിശോധന ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഓരോ തിരുനാൾ ആഘോഷങ്ങളും. അതുപോലെ ഞാൻ എന്തുമാത്രം യോഗ്യതയോടു കൂടിയാണ് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതും ഞാൻ പോകുന്നതും. എത്ര മാപ്പ് പറയണം നമ്മൾ പിതാവായ ദൈവത്തോട്. ഈശോയുടെ സഹനബലി നടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടുകൂടെ ആ ദേവാലയത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ കാഴ്ചവെക്കാം. ഈ ദണ്ഡവിമോചനത്തിനായിട്ട് കുമ്പസാരിക്കാം. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
മാതാവിൻ്റെ നൊവേന ഇതിനോട് ചേർത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തമ്പുരാൻ്റെ കൃപ എല്ലാവർക്കും ലഭിക്കാനായിട്ട് ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരുണവർണ്ണത്താലങ്കൃതയായി അമ്പരതാലത്തിൽ എഴുന്നു നിൽപ്പൂ മാലാഖവൃന്ദത്തിൻ അകമ്പടിയിൽ എഴുന്നള്ളുന്നു അമ്മ എഴുന്നള്ളുന്നു. മാതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ മാതാവേ ദൈവമാതാവേ സ്വർഗാരോപിത മാതാവേ സ്വർലോകരാജ്ഞി ആനന്ദിക്കൂ ഈ മക്കളിൽ നീ കൃപ ചൊരിയൂ. ജപമാല മണികളിലൂടെ ചരിക്കാൻ ജപമാല മണികളിലൂടെ ചരിക്കാൻ അനുമതി ഇത് അനുദിനവുമി ഞങ്ങൾ കേകൂ. മാതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ മാതാവേ ദൈവമാതാവേ സ്വർഗാരോപിത മാതാവേ. സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന പ്രാരംഭ പ്രാർത്ഥന. ആത്മാവിലും ശരീരത്തിലും പാപക്കറ കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാമാതാവിനെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ, ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനം അങ്ങയെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകയെയും ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളെയും സദാചാരനിഷ്ഠയിലും നീതിബോധത്തിലും വിശുദ്ധ ജീവിതത്തിലും വളർത്തുകയും അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ സ്വർഗാരോപിത മാതാവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിലും ഐക്യത്തിലും സേവന മനോഭാവത്തിലും എളിമയിലും ജീവിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ഏറ്റുചൊല്ലാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, അങ്ങയുടെ തിരുസുതനെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഈ ദേശത്തെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തിരുസഭയെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ മാധ്യസ്ഥത്താൽ പാപത്തെക്കുറിച്ച് മനസ്താപവും പ്രാർത്ഥനയിൽ താൽപ്പര്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ദൈവ തിരുമനസ്സിന് യോജിച്ച വിധം ജീവിതക്ലേശങ്ങൾ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗാരോപിത മാതാവേ, അങ്ങേ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ. പാപമോചനമേറ്റുവാങ്ങുവാൻ
നിൻ ശക്തി ഞങ്ങൾ കേകിടൂ. പാപജീവിത മാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുകൊള്ളണേ. നന്മ നേരുന്നോരമ്മേ, ഞങ്ങളെ നന്മയിൽ വാഴാൻ കൃപ ചെയ്യൂ. ഞങ്ങളെയുമി ദേശത്തെയും നിൻ ശുദ്ധിയാലെന്നും കാത്തിടൂ. അന്ധകാരത്തിൻ ശക്തിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുകൊള്ളണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട സ്വർഗാരോപിത മാതാവേ, നിൻ്റെ ശക്തിയും കൃപയും ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുവാൻ കൃപ ലഭിച്ച പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലോകം മുഴുവനും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരുളി ചെയ്തുകൊണ്ട് പാപവും പാപസാഹചര്യങ്ങളും വിട്ടകലുവാൻ ആഹ്വാനം ചെയ്ത ഈശോയുടെ അനുഗ്രഹദാനങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളഭൂമിയിലേക്ക് വേലക്കാരയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന ഈശോയുടെ തിരുവചനമനുസരിച്ച് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികളുണ്ടാകുന്നതിനും ദൈവവിളി സ്വീകരിച്ച മക്കൾ തങ്ങളുടെ ജീവിതാന്തസ്സുകളിൽ ഉറച്ചു നിൽക്കുന്നതിനും ആവശ്യമായ വരദാന ഫലങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി ഈ ഇടവകയിലെയും പരിസരങ്ങളിലെയും എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുന്നതിനും അതുവഴി ഈശോയുടെ മഹത്വം വർദ്ധിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപിത മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും വിശുദ്ധിയും പ്രദാനം ചെയ്യാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കട്ടെ. സമാപന പ്രാർത്ഥന. സഹനം കൂടാതെ വിശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ മാതാവേ, ജീവിതക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും അടിപതറാതെ അങ്ങേ മാതൃകയനുസരിച്ച് ജീവിച്ച് മുന്നേറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ചാഞ്ചല്യമുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിരാശയിൽപ്പെട്ടവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ജപമാലകൾ അർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മഹത്വമേറിയ ശക്തിയിൽ ശരണപ്പെട്ട് ജീവിതത്തെ പവിത്രമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ അങ്ങേ തിരുക്കുമാരനായ ഈശോയുടെ പ്രത്യേക അനുഗ്രഹം വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ.